2025 നൊബേൽ സമ്മാന പ്രഖ്യാപനം ഇന്ന് ആരംഭിക്കും. വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനമാണ് ഇന്നുണ്ടാവുക. 5 തവണ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിക്ക് നൊബേൽ സമ്മാനം നൽകാതിരുന്നത്? നമുക്ക് ഒന്ന് കണ്ടുവരാം. ജീവിച്ചിരിക്കെ മഹാത്മാഗാന്ധി 5 തവണ നൊബേൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1937, 1938, 1939, 47, 48 തുടങ്ങിയ വർഷങ്ങളിലായിരുന്നു ആ നാമനിർദ്ദേശങ്ങൾ. പുരസ്കാരം ലഭിക്കാൻ ഏറ്റവും അർഹനായിരുന്നിട്ടും മഹാത്മജിക്ക് നൊബേൽ നൽകിയില്ല. സമ്മാനത്തിന്റെ പരമ്പരാഗത മാനദണ്ഡങ്ങളുമായുള്ള പൊരുത്തക്കേടായിരുന്നു അതിലൊന്ന്. ചൗരി ചൗര പോലുള്ള സംഭവങ്ങൾ മുൻനിർത്തി മഹാത്മജിയുടെ സമരം അഹിംസയിൽ ഉറച്ചു നിന്നില്ല എന്ന വിമർശനമായിരുന്നു മറ്റൊരു തടസ്സം. മഹാത്മജിയുടെ ആശയങ്ങൾ സാർവത്രികമല്ല, മറിച്ച് ഇന്ത്യക്ക് മാത്രമുള്ളതാണ് എന്നും സമിതിയിലെ ചിലർ അഭിപ്രായപ്പെട്ടു. 1947 ഇന്ത്യ പാക് യുദ്ധത്തെപ്പറ്റി പ്രാർത്ഥനാ യോഗത്തിൽ ഗാന്ധിജി നടത്തിയ ഒരു പരാമർശവും നൊബേൽ സമ്മാനം നൽകാതിരിക്കാനുള്ള കാരണമായി. 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റു മരിച്ചു. മരണത്തിന് 2 ദിവസം മുൻപ് ഗാന്ധിജിയെ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്ത് 6 കത്തുകൾ ലഭിച്ചിരുന്നു. അന്നുവരെ മരണാനന്തര ബഹുമതിയായി ആർക്കും നൊബേൽ സമ്മാനം നൽകിയിരുന്നില്ലെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നൽകാനാകുമായിരുന്നു. പക്ഷേ ഗാന്ധിജി ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമല്ലാതിരുന്നതിനാലും പുരസ്കാരത്തുക ആര് കൈപ്പറ്റണം എന്നതിനെക്കുറിച്ച് ധാരണ ഇല്ലാതിരുന്നതിനാലും കമ്മിറ്റി അതിനെതിരെ തീരുമാനമെടുക്കുകയായിരുന്നു. 1948 സമാധാന സമ്മാനം ആർക്കും തന്നെ നൽകിയില്ല. അർഹനായ ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നായിരുന്നു സമിതിയുടെ പ്രഖ്യാപനം. പിൽക്കാലത്ത് അന്ന് സ്വീകരിച്ച നിലപാടിൽ നൊബേൽ കമ്മിറ്റി ഖേദം പ്രകടിപ്പിച്ചിരുന്നു. 1989 ദലൈലാമയ്ക്ക് സമ്മാനം നൽകിയപ്പോൾ അത് ഭാഗികമായി മഹാത്മാഗാന്ധിയുടെ സ്മരണയ്ക്കുള്ള ഒരു ആദരാഞ്ജലിയാണെന്ന് നൊബേൽ കമ്മിറ്റി ചെയർമാൻ വ്യക്തമാക്കിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.